ക്ലാസ് നടക്കുന്നതിനിടെ എണ്ണയിട്ട് മുടി മസാജ് ചെയ്യുകയാണ് ഒരു അധ്യാപിക. അങ്ങനെ ഒരു ദൃശ്യമൊക്കെ ഇപ്പോൾ വൈറലാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ നിന്നുള്ള ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുക മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തതോടുകൂടി വലിയ വിവാദമായിരിക്കുകയാണ്. അനൂപ് ദാസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. അനൂപ്, ആദ്യം ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞ് അതിനെക്കുറിച്ച് വായിച്ച് താഴെ വന്നപ്പോഴാണ് ഈ വീഡിയോ ഞാൻ കാണുന്നത്. ആദ്യം വായിച്ചപ്പോൾ വിചാരിച്ചത് സ്റ്റാഫ് റൂമിലോ മറ്റോ ഇരുന്നിട്ടായിരിക്കും ഈ പണി ചെയ്യുന്നത്. ഇതിപ്പോ ക്ലാസ് റൂമിൽ ഇരുന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണല്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ല, ബെസ്റ്റ് ടീച്ചർ, നടപടി ഉണ്ടായി കാണുമല്ലോ. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിലാണ് ഈ സംഭവം ഉണ്ടായത്. സംഗീത മിശ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടീച്ചർ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ മുടിയൊക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് കുട്ടികളപ്പുറത്ത് പാട്ടും കേട്ട് പരസ്പരം സംസാരിച്ചൊക്കെ ഇരിക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ടീച്ചറുടെ മക്കള് സ്വകാര്യ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ആ നാട്ടുകാർ പറയുന്നുണ്ട്. UP നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു വലിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ വല്ലാതെ പിന്നാക്കം നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പലരും ചേർന്ന് ശ്രമം നടത്തി ഈ സർക്കാർ മേഖലയിലെ സ്കൂളുകളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടപെടലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇങ്ങനെ വളരെ മോശം ഇടപെടൽ അധ്യാപകരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പിന്നാക്കം പോകുന്നു എന്ന ചോദ്യത്തിൻ്റെ ആദ്യ ഉത്തരം UP യിലെ രക്ഷിതാക്കൾക്ക് ലഭിക്കുന്നതാണ് ഈ ദൃശ്യം. ഈ അധ്യാപികയുടെ മക്കളെ അവർ പണമുള്ളത് കൊണ്ട് സ്വകാര്യ സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിക്കുന്നു. എന്നാൽ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കാതെ ക്ലാസ്സിൽ നിന്ന് തോന്നിയ പോലെ ഇടപെടൽ നടത്തുന്ന അധ്യാപകർ, അതിൻ്റെ ഒരു നമ്മൾ ഈ ഐസ് മലയുടെ ഒരു ചെറിയ അറ്റം എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ഒരു കാഴ്ച മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇത്തരം ആളുകൾക്കെതിരെ അതിശക്തമായ നടപടി എടുത്താൽ ആ മേഖലയിലെ തീർച്ചയായും അനൂപ്, ഉത്തർപ്രദേശിലെ തന്നെ വിദ്യാഭ്യാസ മേഖല പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനിടയിലാണ് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ ടീച്ചർമാര് ആ മേഖലയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്നത്. സ്വന്തം മക്കളൊക്കെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവരുടെ മക്കളെ തേടി വരാത്തതും. അതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ കൊണ്ടുമായിരിക്കും എന്തുമാകാലോ എന്നുള്ള ഒരു ധാരണ. എന്തായാലും പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ എവിടെയും ചെയ്യാതിരിക്കട്ടെ. ശരി.